ഹല്ലേലൂയ പാടുവിദാസൻ നിറയണമേ വന്നു നിറയണമേ. ഹല്ലേലൂയ പാടുവിദാസൻ ശൂന്യമാവൻ ജീവിതത്തിനു രൂപമേകുവാൻ ദൈവസ്നേഹമായി നീ വരണേ പരിശുദ്ധാത്മാവേ. ശൂന്യമാവൻ ജീവിതത്തിനു രൂപമേകുവാൻ ദൈവസ്നേഹമായി നീ വരണേ പരിശുദ്ധാത്മാവേ. തരിശുനിരമാം ഹൃത്തടത്തിൽ കുളിർത്തെന്നലായി വരണേ. ജീവജലമായി നീ നിറയും പരിശുദ്ധാത്മാവേ. ആദ്യ നൂറ്റാണ്ടിൽ പെന്തക്കോസ്തനാളിൽ അഭിഷേകമാരി ചൊരിഞ്ഞവനേ. ആദ്യ നൂറ്റാണ്ടിൽ പെന്തക്കോസ്തനാളിൽ അഭിഷേകമാരി ചൊരിഞ്ഞവനേ. നിറയണമേ വന്നു നിറയണമേ. ഹല്ലേലൂയ പാടുവിദാസൻ നിറയണമേ വന്നു നിറയണമേ. ഹല്ലേലൂയ പാടുവിദാസൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. ഏറ്റവും പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 15-ാം അധ്യായത്തിലെ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ധ്യാന വിഷയമാക്കി. ഇനി 2 പ്രധാനപ്പെട്ട ചിന്തകൾ കൂടെ ഈ അധ്യായം നമുക്ക് ധ്യാനത്തിനായി നൽകുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠന വിഷയമാക്കിയ 3 പ്രധാനപ്പെട്ട ചിന്തകൾ: ഒന്ന്, ജെറുസലേമിൽ നിന്ന് ഫരിസയരും നിയമജ്ഞരും പാരമ്പര്യത്തെ പ്രതി തർക്കിച്ചുകൊണ്ട് യേശുവിൻ്റെ പക്കലേക്ക് വന്നത്. യേശുവിൻ്റെ ശിഷ്യന്മാർ കൈ കഴുകാതെ ഭക്ഷിക്കുന്നതിനെക്കുറിച്ച്. അതിനെ പ്രതി ഫരിസയരും നിയമജ്ഞരും യേശുവിനെ ചോദ്യം ചെയ്തു. യേശു അവരെക്കുറിച്ച് പറഞ്ഞത്, പാരമ്പര്യത്തിൻ്റെ പേരിൽ കർത്താവിൻ്റെ നിയമം അവർ ലംഘിക്കുന്നു. മാത്രമല്ല, അവർ അധരം കൊണ്ട് കർത്താവിനെ ഏറ്റുപറയുകയും ഹൃദയം കർത്താവിൽ നിന്ന് അകലെയായിരിക്കുകയും ചെയ്യുന്നു. അധരം കൊണ്ട് കർത്താവിനെ ഏറ്റുപറയുന്നു, പക്ഷെ ഹൃദയം കർത്താവിൽ നിന്ന് അകലെയാണ്. അവര് അന്ധരെ നയിക്കുന്ന അന്ധരാണ് എന്നാണ് കർത്താവ് പറഞ്ഞത്. അന്ധന്മാർ അന്ധരെ നയിച്ചാൽ 2 പേരും കൂടെ പോയി കുഴിയിൽ വീഴും. ഇത് വ്യക്തമായി യേശു എടുത്തു പറഞ്ഞുകൊണ്ട് യഹൂദരുടെ ശൈലിയെ, ഫരിസയരുടെയും നിയമജ്ഞരുടെയും ജീവിത ശൈലിയിലെ അപാകതകൾ എടുത്തു കാട്ടുകയാണ്. അവർ പാരമ്പര്യത്തിൻ്റെ പേരിൽ കർത്താവിൻ്റെ നിയമത്തെ വളച്ചൊടുക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. അത് തന്നെ കൂടുതൽ വിശദീകരിക്കാനായിട്ട് കർത്താവ് തുടർന്ന് ഫരിസയരോടും നിയമജ്ഞരോടും തന്നെ പറയുന്നത്, ആന്തരികവും ബാഹ്യവുമായ വിശുദ്ധി മനുഷ്യന് അനിവാര്യമാണ്. ആന്തരികവും ബാഹ്യവുമായ വിശുദ്ധിയെക്കുറിച്ചാണ് 15-ാം അധ്യായം 10 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞത്. 15:1 മുതൽ 9 വരെ ജെറുസലേമിൽ നിന്ന് വന്ന ഫരിസയരും നിയമജ്ഞരും അവരുമായുള്ള തർക്കം. യേശു അവരെ അന്ധരെ നയിക്കുന്ന അന്ധരാണെന്ന് ഉണ്ട്. പ്രവാചകന്മാരുടെ പ്രവചനം എടുത്തു പറഞ്ഞുകൊണ്ട്, അത് ഉദ്ധരിച്ചുകൊണ്ട്, അന്ധരെ നയിക്കുന്ന അന്ധരാണ് ഫരിസയരും നിയമജ്ഞരും യഹൂദ നേതൃത്വവും എന്ന് എടുത്തു പറയുന്നു. തുടർന്ന് യേശു ജനങ്ങളെ അടുത്ത് വിളിച്ചിട്ട് പറയുന്നതാണ്, മനുഷ്യൻ്റെ
ഉള്ളിലേക്ക് പോകുന്നതൊന്നും അവനെ അശുദ്ധനാക്കുന്നില്ല. വായിലൂടെ ഉള്ളിലേക്ക് പോയി അത് അവസാനം വിസർജിച്ച് കളയുന്നതേ ഉള്ളൂ. പക്ഷെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത്. കർത്താവ് പറയാണ്, ഉള്ളിൽ നിന്നാണ് എല്ലാ തിന്മകളും വരുന്നത്, മനുഷ്യന്റെ ഉള്ളിൽ നിന്ന്. ഒരുവന്റെ ഹൃദയം എങ്ങനെയോ അതനുസരിച്ചായിരിക്കും അവനിൽ നിന്ന് വരുന്ന വാക്കുകളും വികാരങ്ങളും എല്ലാം. കർത്താവ് പറഞ്ഞു, മനുഷ്യന്റെ ഉള്ളിൽ നിന്നാണ് തിന്മ പുറപ്പെടുന്നത്. ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കുകളാണ് അവനെ അശുദ്ധനാക്കുന്നത്. എന്തൊക്കെയാണ് ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നത്? ദുശ്ചിന്തകൾ, കൊലപാതകം, പരസംഗം, വ്യഭിചാരം, മോഷണം, കള്ളസാക്ഷ്യം മുതലായവയെല്ലാം മനുഷ്യന്റെ ഉള്ളിൽ നിന്നാണ് വരുന്നത്. ഉള്ളിൽ നിന്ന് വരുന്നതാണ് മനുഷ്യനെ അശുദ്ധനാക്കുന്നത്. അല്ലാതെ കൈ കഴുകാതെ ഭക്ഷണം കഴിച്ചതുകൊണ്ട് അത് ഒരിക്കലും മനുഷ്യനെ അശുദ്ധനാക്കുകയില്ല എന്നാണ് യേശു പറഞ്ഞു വെക്കുന്നത്. അതായത് മനുഷ്യൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ബാഹ്യമായ ശുദ്ധി ചെയ്താൽ മാത്രം പോരാ, ആന്തരികമായ ശുദ്ധിയാണ് വളരെ പ്രധാനപ്പെട്ടത്. അപ്പോൾ ആന്തരികവും ബാഹ്യവുമായ ശുദ്ധി ആവശ്യമാണ്. മനുഷ്യന്റെ ഉള്ളിൽ നിന്നാണ് എല്ലാവിധ തിന്മകളും പുറപ്പെടുന്നത്. ഫരിസേയരും നിയമജ്ഞരും വന്ന് യേശുവിനെ തൻ്റെ ശിഷ്യർ കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്നതിനെക്കുറിച്ച് കുറ്റപ്പെടുത്തുമ്പോൾ ജനങ്ങളെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ആ ജനം കേൾക്കെ ജനത്തോട് വ്യക്തമായ ബോധ്യം യേശു നൽകുന്നത്. 15-ാം അധ്യായത്തിൽ നമ്മൾ ചിന്താ വിഷയമാക്കിയ 3-ാമത്തെ കാര്യം കാനാൻകാരിയുടെ വിശ്വാസമായിരുന്നു. കാനാൻകാരിയുടെ വിശ്വാസം തട്ടിയെറിഞ്ഞിട്ടും വിട്ടുമാറാത്ത വിശ്വാസം. കർത്താവ് യഥാർത്ഥത്തിൽ അവളെ പരീക്ഷിക്കുകയായിരുന്നു. അവളുടെ വിശ്വാസം പരീക്ഷിക്കപ്പെട്ട 3 സന്ദർഭങ്ങൾ ഇതിലുണ്ടായി. ഒന്നാമത്, കർത്താവ് യഥാർത്ഥത്തിൽ കാരുണ്യവാനെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് കാനാൻകാരി യേശുവിൻ്റെ അടുക്കൽ ചെന്നത്. കർത്താവ് കാരുണ്യവാനെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് യേശുവിൻ്റെ അടുക്കൽ പോയത്. ഒരു കാനാൻകാരി വന്ന് കരഞ്ഞപേക്ഷിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവേ, ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ. കനിവ് ദൈവത്തിൻ്റെ കരുണയെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ കർത്താവ് കാരുണ്യവാനെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അവൾ വന്ന് എന്നിൽ കനിയണമേ എന്ന് പറഞ്ഞത്. പക്ഷേ കർത്താവ് അവൾ പറഞ്ഞതൊന്നും കേട്ടതായിട്ട് നടിച്ചില്ല. ശിഷ്യന്മാർ അവളെ പറഞ്ഞയച്ചാലും അവൾ നമ്മുടെ പിന്നാലെ വന്ന് നിലവിളിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞത്, ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്ക് മാത്രമാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. അവൾ പുറകെ വന്ന് നിലവിളിച്ചപേക്ഷിച്ചിട്ടും കർത്താവ് കണ്ടതായിട്ടും കേട്ടതായിട്ടും ഭാവിച്ചില്ല. ശിഷ്യന്മാർ ഓർമ്മപ്പെടുത്തിയപ്പോൾ യേശു പറഞ്ഞത് എന്താണ്? ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ട ആടുകളുടെ പക്കലേക്ക് മാത്രമാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. അപ്പം അത് തീർച്ചയായിട്ടും അവളുടെ വിശ്വാസത്തെ പരീക്ഷിക്കുന്ന ഒരു പരീക്ഷ തന്നെയായിരുന്നു. ഒരു വലിയ റിജക്ഷൻ ആയിരുന്നു അവൾക്ക്. അവൾ അതൊന്നും പരിഗണിച്ചില്ല. യേശു ഇപ്രകാരം പറഞ്ഞപ്പോൾ അവൾ അവനെ പ്രണമിച്ച്, കർത്താവേ, എന്നെ സഹായിക്കണമേ എന്നപേക്ഷിച്ചു. എന്നിട്ടും കർത്താവ് അവളിൽ പ്രസാദിച്ചില്ല. ഒന്നുകൂടെ ശക്തമായ ഒരവഗണന അവൾ അനുഭവിക്കേണ്ടി വന്നു. അവൻ പറഞ്ഞു, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കില്ല. ആദ്യം അവൾ യേശുവിൻ്റെ പിന്നാലെ കരഞ്ഞുകൊണ്ട് വന്നിട്ട് യേശു മൈൻഡ് ചെയ്തില്ല. ശിഷ്യന്മാര് ഓർമ്മപ്പെടുത്തി അവളെ പറഞ്ഞയച്ചാലും അവളെ ആശ്വസിപ്പിച്ചാലും എന്ന് പറഞ്ഞപ്പോൾ, ഇസ്രായേലിലെ നഷ്ടപ്പെട്ട ആടുകളുടെ പക്കലേക്ക് മാത്രമാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നതെന്ന്. അപ്പോൾ അവള് യേശുവിനെ പ്രണമിച്ചുകൊണ്ട് എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്കെറിഞ്ഞു കൊടുക്കില്ല.
ഒന്നുകൂടെ ശക്തമായ പരീക്ഷ അല്ലേ? അവളെ കർത്താവ് തട്ടിയെറിയുന്ന അനുഭവം. പക്ഷെ അത് കേട്ടപ്പോൾ അവൾ പറഞ്ഞു, അതേ കർത്താവേ, നായ്ക്കളും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ടങ്ങൾ തിന്നുന്നുണ്ടല്ലോ. നോക്കുക അവളുടെ വിശ്വാസം, കർത്താവിലുള്ള ആശ്രയം, തട്ടിയെറിഞ്ഞിട്ടും വിട്ടുമാറാത്ത ആ വിശ്വാസത്തിൻ്റെ ഉറപ്പ്. കുഞ്ഞുങ്ങളെ ചിലപ്പോൾ അമ്മ തല്ലും. ചില അമ്മമാർ കുഞ്ഞുങ്ങൾ മറിഞ്ഞു വീഴുമ്പോൾ അവിടെ ഇട്ട് തല്ലു കൊടുക്കും. നീ എന്തുകൊണ്ട് വീണെന്ന് ചോദിച്ചുകൊണ്ട്. അമ്മ തല്ലുമ്പോൾ കുഞ്ഞ് അമ്മയെ കെട്ടിപ്പിടിച്ച് കരയും. പക്ഷെ ഇച്ചിരിയുടെ തല പൊങ്ങിയാലോ, അമ്മ വടിയെടുക്കുമ്പോഴേ കുഞ്ഞ് ഓടും. വീണ്ടും ഇച്ചിരി കൂടെ തല പൊങ്ങിക്കഴിയുമ്പോഴോ വേണമെങ്കിൽ അമ്മ വടിയെടുക്കുമ്പോൾ വടി പിടിച്ചു വാങ്ങിച്ച് ഒടിച്ചു കളയുകയോ ഒക്കെ ചെയ്യാം. പക്ഷെ പൊടിക്കുഞ്ഞ്, അമ്മയിലല്ലാതെ ആശ്രയിക്കാൻ പറ്റില്ലല്ലോ ആ കുഞ്ഞിന്. അതുകൊണ്ട് അമ്മ തല്ലുമ്പോൾ കുഞ്ഞമ്മയെ കെട്ടിപ്പിടിച്ച് കരയും. അപ്പോൾ തീർച്ചയായിട്ടും അമ്മയുടെ കരൾ അലിയാതിരിക്കത്തില്ല. അമ്മ കുഞ്ഞിനെ കോരിയെടുത്ത് ഉമ്മ വയ്ക്കും തീർച്ചയായും. അപ്പൊ ഇതുപോലെ ഈ കാനാൻകാരി തട്ടിയെറിഞ്ഞിട്ടും വിട്ടുമാറാത്ത അവളുടെ വിശ്വാസവും ദൈവത്തിലുള്ള ശരണവും. അവളുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ കർത്താവ് പറഞ്ഞു, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണ്, നീ ആഗ്രഹിക്കുന്നത് പോലെ ഭവിക്കട്ടെ. നീ ചോദിച്ച ഈ കാര്യം നിനക്ക് അനുവദിച്ചു തരുന്നു എന്നല്ല, നീ ആഗ്രഹിക്കുന്നതെല്ലാം അതുപോലെ ഭവിക്കട്ടെ. അവൾക്ക് കിട്ടിയ അനുഗ്രഹം എത്ര വലുതാണെന്ന് നോക്കുക. അപ്പൊ ചിലപ്പോഴൊക്കെ കർത്താവ് നമ്മുടെ വിശ്വാസം പരീക്ഷിക്കാനായി നമ്മെ തട്ടിയെറിഞ്ഞെന്ന് വരാം. പക്ഷേ തട്ടിയെറിഞ്ഞാലും വിട്ടുമാറാത്ത വിശ്വാസത്തോടെ നാം അവിടത്തെ മുറുകെ പിടിക്കുമെങ്കിൽ കർത്താവിൻ്റെ പ്രശംസ ഏറ്റുവാങ്ങാനുള്ള അവസരമായി അത് മാറും. കർത്താവ് പ്രശംസിക്കും. ഈ വിജാതീയ സ്ത്രീയുടെ വിശ്വാസം കണ്ടിട്ട് യഹൂദരുടെ മധ്യേ കർത്താവ്, യഹൂദ ശിഷ്യന്മാർ കൂടെ ഉണ്ട് കർത്താവിൻ്റെ കൂടെ, അവരുടെ മധ്യേ ഈ സ്ത്രീയെ പ്രശംസിക്കുകയാണ്. യേശുവിൻ്റെ ജനന സമയത്ത് നമ്മൾ കണ്ടു, യഹൂദരുടെ രാജാവായി ജനിച്ചവനെ യഹൂദർ അംഗീകരിച്ചില്ല. പക്ഷെ വിജാതീയ രാജാക്കന്മാർ വന്ന് അവനെ ആരാധിച്ചു, വിദൂരത്തിൽ നിന്ന് വന്ന് ആരാധിച്ചു. അതുപോലെ നമ്മൾ ഈ 15-ാം അധ്യായം വരെ വരുമ്പോൾ പല പ്രാവശ്യം യേശുവിലൂടെയുള്ള അത്ഭുത പ്രവൃത്തികൾ കണ്ടിട്ട് യഹൂദര് അവനെ കുറ്റം വിധിക്കുകയും അവനെ നശിപ്പിക്കാനായിട്ട് ആലോചിക്കുകയും ചെയ്തു. അവർ അവൻ്റെ ആ പ്രവൃത്തികൾ കണ്ട് അവനിലുള്ള വിശ്വാസത്തിലേക്ക് ആകർഷിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ വിജാതീയരും പാവപ്പെട്ടവരുമായ അനേകർ യേശുവിൻ്റെ പ്രവൃത്തികൾ കണ്ട് അവനിൽ വിശ്വസിച്ചു, അവനിൽ ആശ്രയം വെച്ചു. അപ്പോൾ ഇവിടെ ഞാൻ പറയാൻ വരുന്ന കാര്യം, യേശു പറഞ്ഞു, ഇസ്രായേലിലെ നഷ്ടപ്പെട്ട ആടുകളുടെ പക്കലേക്കാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്, അവരുടെ പക്കലേക്ക് മാത്രം. അതുപോലെ മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കില്ല. കർത്താവിൻ്റെ ഈ 2 വാക്കുകളും യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് അപ്പോൾ യഹൂദർക്ക് രക്ഷയില്ലെന്നല്ലേ? വീണ്ടും നമ്മൾ കർത്താവ് 10-ാം അധ്യായത്തിൽ അപ്പസ്തോലന്മാരെ അയക്കുമ്പോൾ, 10-ാം അധ്യായത്തിൽ അപ്പസ്തോലന്മാരെ അയച്ചപ്പോൾ വിജാതീയരുടെ പക്കലേക്ക് പോകരുത്, സമരിയാക്കാരുടെ പട്ടണങ്ങളിൽ പ്രവേശിക്കരുത് എന്നൊക്കെ പറഞ്ഞാണ് വിട്ടത്. അപ്പോൾ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം യഹൂദർക്ക് വേണ്ടി എഴുതിയത് കൊണ്ട് ഇങ്ങനെ പറയുന്നതെന്ന് ഒരു വ്യാഖ്യാതാക്കൾ പറയാറുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ അതുകൊണ്ടാണോ? ഇവിടെ വരുമ്പോൾ ഈ കാനാൻകാരിയുടെ വിശ്വാസത്തെ യേശു പ്രശംസിക്കുമ്പോൾ, അതുപോലെ വിജാതീയരായ പലരുടെയും വിശ്വാസത്തെ യേശു പ്രശംസിക്കുമ്പോൾ തീർച്ചയായും
അവിടുന്ന് യഹൂദരുടെ മാത്രം രക്ഷകനല്ല, വിജാതീയരുടെയും രക്ഷകൻ തന്നെയാണ്. പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ എടുത്തു പറയുന്നു? യഹൂദരുടെ കടമയായിരുന്നു ദൈവത്തെ, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനെ ലോകത്തിന് വെളിപ്പെടുത്തുക, ലോകത്തിന് സാക്ഷ്യപ്പെടുത്തി കൊടുക്കുക, ലോകത്തെ അവനിലേക്ക് ആകർഷിക്കുക യഹൂദരുടെ ധർമ്മമായിരുന്നു. യഹൂദർ നിർവഹിക്കേണ്ട ധർമ്മം ഇതാ യേശു നിർവഹിക്കുന്നു. യേശുവിലേക്ക് വിജാതിയർ ആകർഷിക്കപ്പെട്ടല്ലോ. യേശു അവരെ സ്വീകരിക്കുകയും പ്രശംസിക്കുകയും അവരുടെ വിശ്വാസം കണ്ട് അത്ഭുതപ്പെടുക വരെ ചെയ്തു. അപ്പോൾ യേശു യഹൂദരെ മാത്രം അംഗീകരിക്കുന്നു, വിജാതീയരെ റിജക്റ്റ് ചെയ്യുന്നു അല്ല. യേശു ഏറ്റവും അധികം പ്രശംസിക്കുന്നത് വിജാതീയരുടെ വിശ്വാസത്തെയാണ്. അങ്ങനെയാണെങ്കിൽ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം യഹൂദരെ മാത്രം ഉദ്ദേശിച്ചെഴുതി എന്ന് പറയാൻ പറ്റില്ല. മാത്രമല്ല, നമ്മൾ കണ്ടു സുവിശേഷ ആരംഭത്തിൽ യേശുവിൻ്റെ വംശാവലിയിൽ 4 വിജാതീയ സ്ത്രീകളെ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. മുന്നോട്ട് പോകുമ്പോൾ ഉത്ഥിതനായ കർത്താവ് ശിഷ്യർക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ സകലർക്കും ഈ സുവിശേഷം അറിയിച്ച് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് സ്നാനം നൽകാൻ എല്ലാവരെയും സുവിശേഷം അറിയിക്കണം. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവരെല്ലാം രക്ഷ പ്രാപിക്കും. യേശു വന്നത് സകലരുടെയും രക്ഷയ്ക്ക് വേണ്ടിയാണ് എന്ന് ഇവിടെ വ്യക്തമാകുന്നു. അപ്പം യേശു എന്തുകൊണ്ട് ഈ വിജാതീയരെയും സമരിയാക്കാരെയും ഒക്കെ റിജക്റ്റ് ചെയ്യുന്നതായിട്ട് സംസാരിച്ചു എന്നതിന് മറുപടിയാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ ഉദ്ദേശം എന്താണെന്നാണ് വ്യക്തമാക്കിയത്. സുവിശേഷം യഹൂദർക്ക് വേണ്ടി മാത്രമല്ല, യഹൂദർ സ്വീകരിച്ച് സകലരെയും അറിയിക്കണം. ഇസ്രായേലിയരുടെ ധർമ്മം അതാണ്. എന്നാൽ യഥാർത്ഥ ഇസ്രായേലിയനായ യേശു അത് നിർവഹിച്ചു. യഥാർത്ഥ ഇസ്രായേലിയനായ യേശു ആ ധർമ്മം നിർവഹിച്ചുകൊണ്ട് യഹൂദരെ കുറ്റപ്പെടുത്തുകയാണ്. നിങ്ങളുടെ ഹൃദയം ദൈവത്തിൽ നിന്ന് അകലെയാണ്, നിങ്ങൾ കപടനാട്യക്കാരാണ്. അധരം കൊണ്ട് ദൈവത്തെ ഏറ്റുപറയുന്നു, ഹൃദയം അകലെയാണ്. ഇതെല്ലാം യേശു യഹൂദരെ കുറ്റപ്പെടുത്തുന്നതാണ്. അപ്പോൾ സുവിശേഷത്തിൻ്റെ സ്പിരിറ്റ് യഥാർത്ഥത്തിൽ യഹൂദരെ പുറന്തള്ളുകയല്ല, യഹൂദരെയും വിജാതീയരെയും. സുവിശേഷത്തിൻ്റെ സ്പിരിറ്റ് യഥാർത്ഥത്തിൽ വിജാതീയരെ പുറന്തള്ളുകയല്ല, വിജാതീയരെയും യഹൂദരെയും ഒരുപോലെ രക്ഷിക്കാനാണ് കർത്താവ് വന്നത്. മാത്രമല്ല, സുവിശേഷത്തിൻ്റെ ആരംഭത്തിൽ അബ്രഹാത്തിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രൻ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ ദൈവം അബ്രഹാമിനോട് ചെയ്ത വാഗ്ദാനം പൂർത്തിയാക്കുന്നത് യേശുവിലൂടെയാണ്. അപ്പോൾ യേശു യഥാർത്ഥത്തിൽ യഹൂദരുടെ മാത്രം രക്ഷകനല്ല, സകലരെയും തന്നിലൂടെ ദൈവപിതാവിലേക്ക് നയിക്കാൻ വേണ്ടി തന്നെയാണ് യേശു വന്നത്. അത് ഈ ഉദാഹരണങ്ങൾ വ്യക്തമാക്കുന്നു. അപ്പോൾ ഇനി സമരിയാക്കാരുടെ അടുത്ത് പോകരുത്, വിജാതീയരുടെ അടുത്ത് പോകരുത് എന്ന് പറഞ്ഞത് എന്തുകൊണ്ട് എന്ന് തെറ്റിദ്ധരിക്കരുത്. യഹൂദരുടെ ചിന്താഗതിയാണ് എടുത്തു കാട്ടുന്നത്. യഹൂദരുടെ ചിന്താഗതി വിജാതീയർക്ക് രക്ഷ ഇല്ല, പാപികൾക്ക് രക്ഷ ഇല്ല, കാനാന്യർക്കും ഇല്ല. പക്ഷെ യേശു അവരെല്ലാം തൻ്റെ സംഘത്തിൽ രക്ഷയുടെ അനുഭവത്തിലേക്ക് ചേർക്കുന്നതാണ് ഇവിടെ കണ്ടത്. 15-ാം അധ്യായത്തിൽ 2 സംഭവങ്ങൾ കൂടെ നമുക്ക് ധ്യാന വിഷയമാക്കാനുണ്ട്. ഒന്ന് 29 മുതലുള്ള വാക്യങ്ങൾ. യേശു അവിടെ നിന്ന് പുറപ്പെട്ട് ഗലീലി കടലിൻ്റെ തീരത്ത് വന്ന് ഒരു മലയിൽ കയറി അവിടെ ഇരുന്നു. തത്സമയം മുടന്തർ, വികലാംഗർ, അന്ധർ, ഊമർ തുടങ്ങി പലരെയും കൂട്ടിക്കൊണ്ട് വലിയ ജനക്കൂട്ടങ്ങൾ അവിടെ വന്ന് അവരെ അവൻ്റെ കാൽക്കൽ കിടത്തി
അവൻ അവരെ സുഖപ്പെടുത്തി. ഊമർ സംസാരിക്കുന്നതും വികലാംഗർ സുഖം പ്രാപിക്കുന്നതും മുടന്തർ നടക്കുന്നതും അന്ധർ കാഴ്ച പ്രാപിക്കുന്നതും കണ്ട് ജനക്കൂട്ടം വിസ്മയിച്ചു. യെശയ്യാ പ്രവാചകൻ മുൻകൂട്ടി പ്രവചിച്ചിട്ടുള്ള മെസ്സയാനിക പ്രവചനം ഇവിടെ പൂർത്തിയാകുന്നു. മെസ്സയാനിക യുഗത്തിൽ അന്ധർ കാഴ്ച പ്രാപിക്കും, ചെകിടർ കേൾക്കും, മൂകർ ആനന്ദഗീതം ആലപിക്കുമെന്ന, മുടന്തൻ മാനിനെ പോലെ തുള്ളിച്ചാടും എന്നാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 35-ാം അധ്യായത്തിൽ നമ്മൾ നേരത്തെ തന്നെ ശ്രവിച്ചത്. അത് ഇവിടെ തെളിയുന്നു എന്ന് പറഞ്ഞാൽ യേശു യഥാർത്ഥത്തിൽ പ്രവാചകന്മാരിലൂടെ മുൻകൂട്ടി അറിയിച്ച മിശിഹായാണ്. മെസ്സയാനിക യുഗത്തിന്റെ അടയാളമാണ് ഈ രോഗസൗഖ്യം എന്ന് വീണ്ടും എടുത്തു പറയുകയാണ്. 32 മുതലുള്ള വാക്യങ്ങളിൽ യേശു രണ്ടാമതും അപ്പം വർദ്ധിപ്പിക്കുന്ന സംഭവത്തെക്കുറിച്ച് പറയുന്നു. യേശു ശിഷ്യരെ വിളിച്ചു പറഞ്ഞു, ഈ ജനക്കൂട്ടത്തോട് എനിക്ക് അനുകമ്പ തോന്നുന്നു. 3 ദിവസമായി അവർ എന്നോട് കൂടെയുണ്ട്. അവർക്ക് ഭക്ഷിക്കാൻ യാതൊന്നുമില്ല. വഴിയിൽ അവർ തളർന്നു വീഴാൻ ഇടയുള്ളതിനാൽ ആഹാരം നൽകാതെ അവരെ പറഞ്ഞയക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. ശിഷ്യന്മാർ ചോദിച്ചു, ഇത്ര വലിയ ജനക്കൂട്ടത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടത്ര അപ്പം ഈ മരുഭൂമിയിൽ എവിടെ നിന്ന് കിട്ടും? യേശു അവരോട് ചോദിച്ചു, നിങ്ങളുടെ പക്കൽ എത്ര അപ്പമുണ്ട്? 1-ാം പ്രാവശ്യം അപ്പം വർദ്ധിപ്പിച്ചപ്പോഴും അവരുടെ പക്കലുണ്ടായിരുന്ന അപ്പം വാങ്ങിച്ചാണ് യേശു വർദ്ധിപ്പിച്ചത്. ഇവിടെ യേശു ചോദിച്ചു, നിങ്ങളുടെ പക്കൽ എന്തുണ്ട്? അവർ പറഞ്ഞു, 7. കുറെ ചെറിയ മത്സ്യവുമുണ്ട്. എല്ലാവരോടും നിലത്തിരിക്കാൻ ആജ്ഞാപിച്ചിട്ട് അപ്പവും മത്സ്യവും എടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് മുറിച്ച്, പരിശുദ്ധ കുർബാന സ്ഥാപിക്കുന്ന അതേ ശൈലി, അവൻ അപ്പം എടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് മുറിച്ച് നൽകിക്കൊണ്ട് ശിഷ്യന്മാരെ ഏൽപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും വിളമ്പാനായി നൽകി. ശിഷ്യന്മാർ അത് ജനക്കൂട്ടങ്ങൾക്ക് വിളമ്പി. അവർ ഭക്ഷിച്ച് തൃപ്തരായി. ബാക്കി വന്ന കഷ്ണങ്ങൾ 7 കുട്ട നിറയെ ശേഖരിച്ചു. ബാക്കി വന്ന അപ്പക്കഷ്ണങ്ങൾ 7 കുട്ട നിറയെ ശേഖരിച്ചു. ഭക്ഷിച്ചവർ സ്ത്രീകളും കുട്ടികളും ഒഴികെ 4000 പേർ. ആദ്യത്തെ പ്രാവശ്യം അപ്പം വർദ്ധിപ്പിക്കുന്നതിൽ 5 അപ്പം വർദ്ധിപ്പിച്ച് 5000 പേർ ഭക്ഷിച്ചിട്ട് 5000 പുരുഷന്മാർ. ബാക്കി വന്നത് 12 കുട്ട നിറയെ ശേഖരിച്ചു. ഇവിടെ 4000 പേർ ഭക്ഷിച്ചിട്ട് ബാക്കി വന്നത് 7 കുട്ട നിറയെ. ആദ്യ പ്രാവശ്യം അപ്പം വർദ്ധിപ്പിച്ചപ്പോൾ 12 കുട്ട നിറയെ ശേഖരിച്ചത് പുതിയ നിയമത്തിലെ 12 അപ്പസ്തോലന്മാരെയും സൂചിപ്പിക്കുന്നു. എന്നാൽ ഇവിടെ 7 കുട്ട നിറയെ ബാക്കി വന്നത് സൂചിപ്പിക്കുന്നത് അപ്പസ്തോല പ്രവർത്തനം 6-ാം അധ്യായത്തിൽ വിജാതീയ ക്രൈസ്തവരുടെ ശുശ്രൂഷയ്ക്കായി 7 ഡീക്കന്മാരെ നിയോഗിച്ചതായിട്ട് പറഞ്ഞിട്ടുണ്ട്. 6-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ 7 ഡീക്കന്മാരെ നിയോഗിച്ചതായിട്ട് പറയുന്നു. ഈ 7 ഡീക്കന്മാരെയാണ് 7 കുട്ട സൂചിപ്പിക്കുന്നത്. നമുക്ക് 16-ാം അധ്യായത്തിലേക്ക് പോകാം. 16-ാം അധ്യായത്തിൽ 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് വ്യക്തമാക്കുന്നത്. 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്നാമത്തേത്, ഫരിസേയരും സദുക്കായരും യേശുവിനെ പരീക്ഷിക്കാനായിട്ട് സ്വർഗത്തിൽ നിന്ന് അടയാളം ചോദിച്ചുകൊണ്ട് വരുന്നതാണ് ഒന്നാമത്തെ സംഭവം. അവർ യേശുവിനെ സമീപിച്ചത് യേശുവിനെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. സ്പഷ്ടമായിട്ട് എടുത്തു പറഞ്ഞിട്ടുണ്ട് യേശുവിനെ പരീക്ഷിക്കാൻ വന്നത്.
സ്വർഗത്തിൽ നിന്ന് അടയാളം ആവശ്യപ്പെട്ടു. എന്ന് വെച്ചാൽ ദൈവികമായ ഒരടയാളം. നീ ദൈവത്തിൻ്റെ പുത്രനാണെന്നും നിന്നിലൂടെ ദൈവിക ശക്തിയാണ് പ്രകടമാകുന്നതെന്നും പറയുന്നല്ലോ. അപ്പോൾ നിന്നിലൂടെ ദൈവിക ശക്തിയാണ് പ്രകടമാകുന്നതെങ്കിൽ നിന്നിലെ ആ ദൈവിക ശക്തി പ്രകടമാക്കാൻ നീ ഞങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് ഒരടയാളം തരണം. യേശു പ്രതിവചിച്ചു, വൈകുന്നേരം നിങ്ങൾ പറയുന്നു ആകാശം ചെമന്നിരിക്കുന്നു, കാലാവസ്ഥ പ്രസന്നമായിരിക്കും. രാവിലെ നിങ്ങൾ പറയുന്നു ആകാശം ചെമന്ന് മൂടിയിരിക്കുന്നു, ഇന്ന് കാറ്റും കോളും ഉണ്ടാകും. ആകാശത്തിൻ്റെ ഭാവഭേദങ്ങൾ തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയുന്നു, എന്നാൽ കാലത്തിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയുകയില്ലേ? ഈ ലോകത്തിൻ്റെ ഭാവഭേദങ്ങൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നു, എന്നാൽ കാലത്തിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയുകയില്ലേ? ഇവിടെ കാലം എന്നതിന് ഉപയോഗിച്ചേക്കുന്ന പദം കൈറോസ് എന്ന പദമാണ്, ക്രോണോസ് അല്ല. ചരിത്രത്തിലെ സമയത്തെ സൂചിപ്പിക്കുന്ന കാലമല്ല, ക്രോണോസ് അല്ല, മറിച്ച് കൈറോസ്, രക്ഷാകര സമയം, ദൈവിക സമയം, ദൈവത്തിൻ്റെ രക്ഷാകര ഇടപെടലിൻ്റെ സമയം. അപ്പം യേശു ചോദിക്കുന്നത്, ലോകത്തിൻ്റെ ഭാവഭേദങ്ങൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നു, കാലാവസ്ഥയിൽ വരുന്ന വ്യതിയാനങ്ങൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും വ്യതിയാനങ്ങൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നു, എന്നാൽ കാലത്തിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്തത് എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ ദൈവിക സമയത്തിൻ്റെ കൈറോസ്, രക്ഷാകരമായ സമയം, അതാണ് കാലത്തിൻ്റെ അടയാളം എന്ന് പറയുന്നത്, രക്ഷാകരമായ സമയം. അപ്പൊ ദൈവത്തിൻ്റെ രക്ഷാകര ഇടപെടലിൻ്റെ സമയവും അതിൻ്റെ ലക്ഷണങ്ങളും തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയാത്തത് എന്തുകൊണ്ട്? ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ, രക്ഷാകര പ്രവർത്തനങ്ങളുടെ പ്രതിഫലനങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്തത് എന്തുകൊണ്ട്? തുടർന്ന് 4-ാം വാക്യത്തിൽ യേശു പറയുന്നു, ദുഷിച്ചതും അവിശ്വസ്തവുമായ തലമുറ അടയാളം അന്വേഷിക്കുന്നു. യോനായുടെ അടയാളമല്ലാതെ മറ്റൊരടയാളവും നൽകപ്പെടുകയില്ല. യോനായുടെ അടയാളമല്ലാതെ മറ്റൊരു അടയാളവും നൽകപ്പെടത്തില്ല എന്നാണ് യേശു പറഞ്ഞത്. യോനായുടെ അടയാളത്തെക്കുറിച്ച് നേരത്തെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ യേശു യഥാർത്ഥത്തിൽ തൻ്റെ മരണോത്ഥാനത്തെക്കുറിച്ചാണ് ഈ അടയാളമായി പറയുന്നത്. യോനായുടെ അടയാളമാണ് നൽകുന്നത്, അത് യേശുവിൻ്റെ മരണോത്ഥാനത്തെ സൂചിപ്പിക്കുന്ന അടയാളമാണ്. യേശു ഫരിസയരെയും സദുക്കായരെയും അവരുടെ തിരിച്ചറിവില്ലായ്മ, ആത്മീയ കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള കഴിവില്ലായ്മ എടുത്തു പറഞ്ഞിട്ട് 4-ാം വാക്യത്തിൽ പറയുകയാണ്, ദുഷിച്ചതും അവിശ്വസ്തവുമായ തലമുറ അടയാളം അന്വേഷിക്കുന്നു. യോനായുടെ അടയാളമല്ലാതെ മറ്റൊരടയാളവും നൽകപ്പെടുകയില്ല. യേശു ഒരിക്കലും വിശ്വാസികൾക്ക് അടയാളം നൽകിക്കൊണ്ട് വിശ്വാസത്തിൽ ഉറപ്പിക്കാൻ ശ്രമിക്കുന്നില്ല. വിശ്വാസമില്ലാത്തവരെ, വിജാതീയരെ ഒക്കെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ യേശു അടയാളങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ വിശ്വാസികൾ അടയാളം ചോദിച്ചുകൊണ്ട് യേശുവിൻ്റെ അടുത്ത് വരുന്നത് യേശു ഒരിക്കലും അംഗീകരിക്കുന്നില്ല. യേശു അവർക്കായി അടയാളം പ്രവർത്തിക്കുന്നുമില്ല. അത് നമ്മൾ പല പ്രാവശ്യം കണ്ടതാണ്. 16:5 മുതലുള്ള വാക്യങ്ങൾ, മറുകരയിലേക്ക് പോകുമ്പോൾ അപ്പമെടുക്കാൻ ശിഷ്യർ മറന്നിരുന്നു. യേശു പറഞ്ഞു, ശ്രദ്ധിക്കുവിൻ, ഫരിസേയരുടെയും സദുക്കായരുടെയും പുളിമാവിനെ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഇവിടെ യേശു എടുത്തു പറയുന്ന 2ാമത്തെ കാര്യം, ഫരിസേയരുടെയും സദുക്കായരുടെയും പുളിമാവിനെ എത്തിച്ചുകൊള്ളാൻ. ശിഷ്യന്മാർക്ക് ഈ പറഞ്ഞത് മനസ്സിലായില്ല.
നാം അപ്പമൊന്നും എടുക്കാത്തത് കൊണ്ടായിരിക്കാം എന്നവർ പരസ്പരം പറഞ്ഞു. മറുകരയിലേക്ക് പോകുമ്പോൾ കയ്യിൽ ഇവർ അപ്പമൊന്നും എടുത്തിരുന്നില്ല. അതുകൊണ്ട് അപ്പം എടുക്കാത്തത് കൊണ്ടായിരിക്കും ഫരിസയരുടെയും സദുക്കായരുടെയും പുളിമാവിനെ സൂക്ഷിച്ചു കൊള്ളാൻ യേശു പറഞ്ഞതെന്ന് അവർ ധരിച്ചു. യേശു ഇത് മനസ്സിലാക്കിക്കൊണ്ട് അവരോട് പറഞ്ഞു. അവർ പരസ്പരം പറയുന്നത് മനസ്സിലാക്കിയിട്ട് യേശു അവരോട് ചോദിച്ചു, അല്പവിശ്വാസികളെ, അപ്പമില്ലാത്തതിനെ പറ്റി നിങ്ങൾ പരസ്പരം സംസാരിക്കുന്നത് എന്തിന്? 2 പ്രാവശ്യം യേശു അപ്പം വർദ്ധിപ്പിച്ചതാണ്. എന്നിട്ട് വീണ്ടും അവർ പറയാം, അപ്പം എടുക്കാത്തത് കൊണ്ടാണ് കർത്താവ് ഇപ്രകാരം പറഞ്ഞതെന്ന്. യേശു അവരോട് ചോദിച്ചു, അല്പവിശ്വാസികളെ, അപ്പമില്ലാത്തതിനെ പറ്റി നിങ്ങൾ പരസ്പരം സംസാരിക്കുന്നത് എന്തിന്? നിങ്ങൾ ഗ്രഹിക്കുന്നില്ലയോ? 5000 പേരുടെ 5 അപ്പം നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ? എത്ര കുട്ട അപ്പക്കഷ്ണങ്ങൾ നിങ്ങൾ ശേഖരിച്ചു? 4000 പേരുടെ 7 അപ്പവും നിങ്ങൾ ഓർക്കുന്നില്ലേ? അന്ന് എത്ര കുട്ടകളാണ് നിങ്ങൾ നിറച്ചത്? ഞാൻ അപ്പത്തെപ്പറ്റി അല്ല സംസാരിച്ചതെന്ന് നിങ്ങൾ മനസ്സിലാക്കാത്തത് എന്തുകൊണ്ട്? യേശു അവരോട് ചോദിക്കുകയാണ്, 5 അപ്പം കൊണ്ട് ഞാൻ 5000 പേരെ തീറ്റി തൃപ്തിപ്പെടുത്തിയത് നിങ്ങൾ ഓർക്കുന്നില്ലേ? 7 അപ്പം കൊണ്ട് 4000 പേരെ തീറ്റി തൃപ്തിപ്പെടുത്തിയതും ബാക്കി 7 കൊട്ടാപ്പം ബാക്കി വന്നതും നിങ്ങൾ ഓർക്കുന്നില്ലേ എന്ന്. 5 അപ്പം കൊണ്ട് 5000 പേരെ തീറ്റി തൃപ്തിപ്പെടുത്തി ബാക്കി 12 കുട്ട നിറയെ ബാക്കി വന്നതും 7 അപ്പം കൊണ്ട് 4000 പേരെ തീറ്റി തൃപ്തിപ്പെടുത്തി ബാക്കി വന്ന 7 കുട്ടകളും. ഇത് യേശു അവരെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ചോദിക്കുക, അല്പവിശ്വാസികളെ, നിങ്ങൾ എന്തിന് അപ്പമില്ലാത്തതിനെ കുറിച്ച് ആകുലരാകുന്നു? അപ്പത്തെക്കുറിച്ചല്ല യേശു പറഞ്ഞത്, പിന്നെന്താണ്? യേശു പറഞ്ഞു, ഫരിസേയരുടെയും സദുക്കായരുടെയും പുളിമാവിനെ സൂക്ഷിച്ചുകൊള്ളുവിൻ എന്നാണ് ഞാൻ പറഞ്ഞത്. അത് അപ്പത്തിൻ്റെ പുളിമാവിനെ പറ്റി അല്ല, ഫരിസേയരുടെയും സദുക്കായരുടെയും പ്രബോധനങ്ങളെക്കുറിച്ചാണ്, തെറ്റായ പ്രബോധനങ്ങളെക്കുറിച്ച്. സദുക്കായരുടെയും ഫരിസേയരുടെയും തെറ്റായ പ്രബോധനങ്ങളെക്കുറിച്ചാണ്. അല്പം പുളിപ്പ് മാവ് മുഴുവൻ പുളിപ്പിക്കും. ഇതുപോലെ തെറ്റായ പ്രബോധനങ്ങൾ ശിഷ്യരെ വഴിതെറ്റിക്കും. അതുകൊണ്ടാണ് യേശു അവരുടെ പുളിമാവിനെ സൂക്ഷിച്ചു കൊള്ളാൻ പറഞ്ഞത്. അപ്പോൾ ശിഷ്യർ വിചാരിച്ചത് യേശു അപ്പമില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്ന്. അപ്പം ഇത്രയൊക്കെ ആയിട്ടും ഈ ശിഷ്യന്മാർക്ക് ഗ്രഹണശക്തി വന്നിട്ടില്ല. കർത്താവ് പറയുന്ന കാര്യങ്ങൾ ഗ്രഹിക്കാനും പൊരുൾ അറിയാനും. അവര് യേശു വിളിച്ചപ്പോൾ പുറകെ വന്നു, അവനെ അനുയാത്ര ചെയ്യുന്നു, കൂടെ നടക്കുന്നു, യേശുവിൽ വിശ്വസിക്കുന്നു. പക്ഷെ എങ്കിലും അവർക്ക് വിശ്വാസത്തിൻ്റെ ഉറപ്പും വന്നിട്ടില്ല, ശരിയായ ഗ്രഹണശക്തിയും വന്നിട്ടില്ല. നമ്മളോ എത്ര വർഷം കൊണ്ട് ക്രിസ്തീയ ജീവിതം നമ്മൾ നയിക്കുന്നു, വചനം ധ്യാനിക്കുന്നു, സഭയുടെ ആരാധനാ ജീവിതത്തിൽ ഉൾച്ചേരുന്നു. ആത്മീയ കാര്യങ്ങൾ ഗ്രഹിക്കാൻ തക്കവിധം നമ്മുടെ ആന്തരിക നയനങ്ങൾ തുറക്കപ്പെട്ടോ? നിരന്തരമായ തിരുവചന ധ്യാനത്തിലൂടെ ആന്തരിക നയനങ്ങൾ തുറക്കപ്പെടണം. സ്വർഗീയ രഹസ്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയണം. ദൈവിക രഹസ്യങ്ങൾ അഥവാ സ്വർഗീയ രഹസ്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയണം നമുക്ക്. കാലത്തിൻ്റെ അടയാളങ്ങൾ ഗ്രഹിക്കാത്ത, ഏത് കാലത്തിൻ്റെ? രക്ഷാകര സമയത്തിൻ്റെ, കൈറോസ്, രക്ഷാകര സമയം. ഈ രക്ഷാകര സമയത്തിൻ്റെ ലക്ഷണങ്ങൾ ഗ്രഹിക്കാൻ കഴിയാത്ത ഫരിസേയരും സദുക്കായരും. വീണ്ടും യേശുവിൻ്റെ വാക്കുകളെ ശരിയായ വിധത്തിൽ ഗ്രഹിക്കാൻ കഴിയാത്ത, ആത്മീയ കാര്യങ്ങളെ വേണ്ട വിധത്തിൽ ഗ്രഹിക്കാൻ കഴിയാത്ത ശിഷ്യഗണത്തിൻ്റെ ഗ്രഹണശേഷിയില്ലായ്മ. ഈ 2 കാര്യങ്ങളാണ് കർത്താവ്
16-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ വ്യക്തമാക്കിയത്. ഇത് അവരുടെ കാര്യം പറയുകയാണെന്ന് നമ്മൾ ചിന്തിച്ചേക്കാം. നമ്മളും ഈ ഫരിസേയരുടെയും സദുക്കായരുടെയും ഗണത്തിൽപ്പെട്ടവരാണോ? ലോകത്തിൻ്റെ അടയാളങ്ങളെല്ലാം നമുക്ക് മനസ്സിലാകും. രക്ഷാകര സമയത്തിൻ്റെയോ ദൈവിക ഇടപെടലുകളുടെയോ പൊരുളറിയാൻ നമുക്ക് കഴിയുന്നില്ല. നമ്മുടെ ആന്തരിക നയനങ്ങൾ തുറക്കപ്പെടുന്നുണ്ടോ? നിരന്തര ധ്യാനത്തിലൂടെ, വചനധ്യാനത്തിലൂടെ, കർത്താവുമായുള്ള ആത്മബന്ധത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ ആന്തരിക നയനങ്ങൾ തുറക്കപ്പെടണം. നിരന്തരമായ തിരുവചന ധ്യാനത്തിലൂടെ, ആത്മാവിൻ്റെ ചൈതന്യത്താൽ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലിലൂടെ നമ്മുടെ ആന്തരിക നയനങ്ങൾ തുറക്കപ്പെടണം. ദൈവിക രഹസ്യങ്ങൾ ഗ്രഹിക്കാൻ നമുക്ക് കഴിയണം. 16-ാം അധ്യായത്തിൽ പറയുന്ന 3-ാമത്തെ കാര്യം പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനമാണ്. യേശു കെസേറിയ ഫിലിപ്പി പ്രദേശത്തെത്തിയപ്പോൾ ശിഷ്യന്മാരോട് ചോദിച്ചു, മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? ഈ കെസേറിയ ഫിലിപ്പി എന്ന് പറയുമ്പോൾ ആ പട്ടണം അനേകം ദേവന്മാരുടെയും രാജാക്കന്മാരുടെയും ഒക്കെ വിഗ്രഹങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു സ്ഥലം. രാജാക്കന്മാരെ ദൈവപുത്രരെന്ന് വിളിക്കും. രാജാക്കന്മാരെ ദൈവപുത്രരെന്ന് വിളിക്കും. ചക്രവർത്തിമാരെ അതുപോലെ ചക്രവർത്തിമാരുടെ വിഗ്രഹങ്ങൾ അവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ദേവന്മാരുടെ വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിക്കേണ്ട സ്ഥലത്ത് ചക്രവർത്തിമാരുടെ വിഗ്രഹങ്ങളും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത, പല ദൈവങ്ങളെ ആരാധിക്കുന്നവർ, മനുഷ്യരെ ദൈവങ്ങളായി പ്രതിഷ്ഠിക്കുന്നവരും ചക്രവർത്തിമാരെ, അവരെ ദൈവപുത്രരെന്ന് വിളിക്കും. പല ദൈവങ്ങളെ ആരാധിക്കുന്ന ഒരു സ്ഥലത്ത്, ഒരു പട്ടണത്തിൽ ചെന്ന് നിന്നുകൊണ്ടാണ്, അവിടെ വച്ചാണ് യേശു ചോദിക്കുന്നത്, മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? ഇവിടെ ഈ മനുഷ്യപുത്രൻ എന്ന് പറയുന്നത് യേശു തന്നെക്കുറിച്ചാണ് പറയുന്നതെന്ന് വളരെ സ്പഷ്ടം അല്ലേ? തന്നെക്കുറിച്ച് യേശു ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, മനുഷ്യപുത്രൻ ആരാണെന്ന്. അപ്പൊ ഇവരുടെ കൂടെയുള്ള, ശിഷ്യന്മാരുടെ കൂടെയുള്ള യേശുവിനെയാണ് ഇവിടെ മനുഷ്യപുത്രനെന്ന് പറഞ്ഞേക്കുന്നത്. ഈ മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? അവർ പറഞ്ഞു, ചിലർ സ്നാപക യോഹന്നാൻ എന്നും, മറ്റു ചിലർ ഏലിയ എന്നും, വേറെ ചിലർ ജെറമിയ അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ ഒരുവനെന്നും പറയുന്നു. അവൻ അവരോട് ചോദിച്ചു, എന്നാൽ ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? മറ്റുള്ളവർ പറയുന്ന അഭിപ്രായം കേട്ട് യേശു തൃപ്തനല്ല. തൻ്റെ ശിഷ്യഗണം പറയണം, ഞാൻ ആരാണ്? നിങ്ങൾക്ക് ഞാൻ ആരാണ്? ഹു ആം ഐ ടു യു? നമ്മൾ വ്യക്തിപരമായി ഉത്തരം കൊടുക്കണം യേശുവിന്. ഞാൻ നിങ്ങൾക്കാരാണ് എന്നാണ്. ശിമയോൻ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് പത്രോസ് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. യേശു ഇത് കേട്ടിട്ട് അവനോട് പറഞ്ഞു, യോനായുടെ പുത്രനായ ശിമയോനെ, നീ ഭാഗ്യവാൻ. മാംസരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ പിതാവ്, എൻ്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തരുന്നത്. ദൈവനിവേശിതമായ അറിവ്, ആത്മാവിനാൽ പ്രേരിതമായ ഈ ദൈവനിവേശിതമായ അറിവ് യേശു ചോദിച്ചപ്പോൾ ഉടനെ പറയാൻ പത്രോസിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നത്. പരിശുദ്ധ അമ്മ എലിസബത്തിൻ്റെ അടുത്ത് ചെന്നപ്പോൾ അവൾ വിളിച്ചു പറഞ്ഞു, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? എൻ്റെ കർത്താവിൻ്റെ അമ്മയെന്ന് പരിശുദ്ധ അമ്മയെ
എലിസബത്ത് വിളിക്കുന്നത് ആത്മാവിനാൽ പ്രേരിതമായാണ്. ദൈവത്തിൻ്റെ പ്രേരണ, വെളിപ്പെടുത്തലാണ്. ഇതാണ് ദൈവ നിവേശിതമായ അറിവ്. ഞാൻ ഓർക്കുകയാണ്, തിരുവചന ഭാഗങ്ങൾ പഠിപ്പിച്ചും ധ്യാനിപ്പിച്ചും വരുമ്പോൾ ഞാൻ അതുവരെ മനസ്സിലാക്കിയിട്ടില്ലാത്ത പല അർത്ഥതലങ്ങൾ പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ വന്ന് നിറയും. ഞാനത് പറയും. പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ചിന്തിക്കുമ്പോൾ, ദൈവമേ, ഇതെങ്ങനെയാ? ഈ ഒരു ബോധ്യം എനിക്ക് നേരത്തെ ഇല്ലായിരുന്നല്ലോ. ഞാൻ ഈ പറഞ്ഞത് ശരിയാണോ? വീണ്ടും ഞാൻ വചനം പരിശോധിക്കുമ്പോൾ വളരെ വ്യക്തമായി വിശുദ്ധ ഗ്രന്ഥത്തിൽ പല ഭാഗത്ത് ഇതിനുള്ള അടിസ്ഥാനങ്ങൾ കാണും. ബൈബിളിലെ ഒരു ഭാഗത്തിൻ്റെ അർത്ഥം ആ ഭാഗത്ത് നിന്ന് തന്നെ മുഴുവനായി നമുക്ക് കിട്ടത്തില്ല. മറ്റ് ചില ഭാഗങ്ങളിൽ അത് കിടപ്പുണ്ടായിരിക്കും. വിശുദ്ധ ഗ്രന്ഥം മുഴുവനായി അറിയുമ്പോഴാണ് നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ ചില സന്ദർഭങ്ങളിലെങ്കിലും ദൈവത്തെ യഥാർത്ഥത്തിൽ ആത്മാർത്ഥമായി തേടുന്നവർക്ക് ദൈവം ഈ ഉൾവെളിച്ചം തരും. ദൈവ നിവേശിതമായ അറിവ്. ഇപ്രകാരം ദൈവനിവേശിതമായ അറിവ് അല്ലെങ്കിൽ ഉൾക്കാഴ്ച, അതാണ് യേശു പത്രോസിനോട് പറഞ്ഞത്. മാംസ രക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത്. ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാണ്, ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും. നീ പത്രോസാണ്, ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും. അപ്പോൾ പത്രോസിനെ പ്രശംസിക്കുക മാത്രമല്ല, പത്രോസാകുന്ന പാറമേൽ സഭയുടെ അടിസ്ഥാനമിടാൻ കർത്താവ് തിരുവുള്ളമായ തൻ്റെ പദ്ധതി പത്രോസിനെ അറിയിക്കുകയാണ്. എന്നിട്ട് വീണ്ടും പത്രോസിനോട് പറഞ്ഞു, ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും, നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. ഇത് പാപമോചന അധികാരമാണ്. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും എന്ന് പറഞ്ഞാൽ, യഥാർത്ഥമായ വിധി കൽപ്പിക്കാനും ശിക്ഷണം നൽകാനും പാപമോചനം സ്വർഗത്തിലും ഭൂമിയിലും, ഈ പാപമോചന അധികാരവും പൗരോഹിത്യത്തിൻ്റെ പാപമോചന അധികാരമാണ് ഇത് സൂചിപ്പിക്കുന്നത്. യേശു സഭയുടെ അടിസ്ഥാന ശിലയായി. ക്രിസ്തുവാണ് മൂലക്കല്ല്. പക്ഷെ പത്രോസാകുന്ന പാറമേൽ, പത്രോസാകുന്ന അടിസ്ഥാനത്തിന്മേലാണ് സഭയെ പണിതുയർത്തുന്നത്. ക്രിസ്തു മൂലക്കല്ലും പത്രോസാകുന്ന പാറ അതിൻ്റെ അടിസ്ഥാനവും. പത്രോസിന് കർത്താവ് നൽകിയ അധികാരം. ഈ അധികാരത്തിൽ പ്രബോധന അധികാരമുണ്ട്, പിന്നെ പാപമോചന അധികാരവും, അതുപോലെ ശിക്ഷണം നൽകാനുള്ള അധികാരം. സഭയിൽ ശിക്ഷണം നൽകാനുള്ള അധികാരവും, വിശ്വാസ വിപരീതികൾ പഠിപ്പിക്കുന്നവർക്കും സഭയ്ക്കെതിരെ പ്രവർത്തിക്കുന്നവരെയും സഭയിൽ നിന്ന് പുറത്താക്കാനും ഒക്കെയുള്ള കാര്യങ്ങൾക്ക് അധികാരം മാർപ്പാപ്പയ്ക്കാണുള്ളത്. കർത്താവ് സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും അധികാരം പത്രോസിന് കൊടുത്തിട്ട് പത്രോസിനോട് അവിടുന്ന് പറഞ്ഞു, താൻ ക്രിസ്തുവാണെന്ന് ആരോടും പറയരുതെന്ന് ശിഷ്യന്മാരോട് പറഞ്ഞു. പത്രോസിന് ഈ അധികാരം നൽകി. തുടർന്ന് ശിഷ്യരോട് പറഞ്ഞു, താൻ ക്രിസ്തുവാണെന്ന് ആരോടും പറയരുത്. പത്രോസ് വിളിച്ചു പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. ഇതാരോടും പറയരുതെന്ന് കർത്താവ് പറഞ്ഞു. അത് നേരത്തെ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ്, മെസ്സയാനിക രഹസ്യം. അതായത് യേശു ആരാണെന്ന് അവൻ്റെ കുരിശുമരണം വരെ വെളിപ്പെടത്തില്ല.
യേശു യഥാർത്ഥത്തിൽ സഫറിങ് സർവൻ്റ് ഓഫ് യാവേ, പിതാവിൻ്റെ സഹനദാസനാണ്. യേശുവിൻ്റെ പീഡാസഹനവും കുരിശുമരണവുമാണ് ലോകത്തിന് രക്ഷ പ്രദാനം ചെയ്യുന്നത്. ഈ ഒരു ബോധ്യമാണ് ഇതുവഴി നൽകുന്നത്. ഒരു കാര്യം കൂടെ ഈ അധ്യായത്തിൽ എടുത്തു പറയുന്നു. യേശുവിൻ്റെ പീഡാനുഭവത്തെക്കുറിച്ചുള്ള ഒന്നാം പ്രവചനം. യേശുവിൻ്റെ പീഡാനുഭവത്തെക്കുറിച്ചുള്ള ഒന്നാം പ്രവചനം ഈ അധ്യായത്തിൽ പറയുന്ന നാലാമത്തെ കാര്യം. അപ്പോൾ മുതൽ യേശു തനിക്ക് ജെറുസലേമിലേക്ക് പോകേണ്ടിയിരിക്കുന്നു എന്നും ശ്രേഷ്ഠന്മാരിൽ നിന്നും പ്രധാന പുരോഹിതന്മാരിൽ നിന്നും നിയമജ്ഞരിൽ നിന്നും വളരെയേറെ സഹിക്കേണ്ടി വരുമെന്നും താൻ വധിക്കപ്പെടുമെന്നും എന്നാൽ 3-ാം ദിവസം ഉയർപ്പിക്കപ്പെടുമെന്നും ശിഷ്യന്മാരെ അറിയിച്ചു തുടങ്ങി. യേശു ആരാണെന്ന് വെളിപ്പെടുത്തുകയാണ് ആദ്യം ചെയ്തത്. ശിഷ്യൻ പത്രോസിലൂടെ പറഞ്ഞ വാക്കുകൾ. ഇപ്പോൾ മുതൽ മറുവശം പറയാൻ തുടങ്ങി യേശു. ഏതാ മറുവശം? സഹനം, പീഡകൾ. യേശു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. പക്ഷെ ക്രിസ്തു യഥാർത്ഥത്തിൽ ആരാണെന്ന് വിശദമാക്കാൻ തുടങ്ങുകയാണ് തൻ്റെ പീഡാനുഭവത്തെയും കുരിശുമരണത്തെയും ഉത്ഥാനത്തെയും കുറിച്ച് പറയുന്നതോടെ. അപ്പോൾ ഞാൻ ആരാണെന്ന്, താൻ ചെയ്ത പ്രവൃത്തി, താൻ ആരാണെന്ന്, ക്രിസ്തുവാണെന്ന് ആരോടും പറയരുതെന്ന് പറഞ്ഞു. പക്ഷെ യഥാർത്ഥ ക്രിസ്തു ആരെന്ന് തുടർന്ന് വ്യക്തമാക്കുന്നു. അതാണ് കാണുന്നത്. അപ്പോൾ മുതൽ യേശു തനിക്ക് ജെറുസലേമിലേക്ക് പോകേണ്ടിയിരിക്കുന്നുവെന്നും ശ്രേഷ്ഠന്മാരിൽ നിന്നും പ്രധാന പുരോഹിതന്മാരിൽ നിന്നും നിയമജ്ഞരിൽ നിന്നും വളരെയേറെ സഹിക്കേണ്ടി വരുമെന്നും താൻ വധിക്കപ്പെടുമെന്നും എന്നാൽ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്നും അറിയിച്ചു തുടങ്ങി, ശിഷ്യന്മാരെ അറിയിച്ചു തുടങ്ങി. ഇത് കേട്ട ഉടനെ പത്രോസ് യേശുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് തടസ്സം പറയാൻ തുടങ്ങി. ദൈവം കനിയട്ടെ, കർത്താവേ, ഇതൊരിക്കലും നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ. ദൈവം കനിഞ്ഞ് ഇതൊരിക്കലും നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ. യേശു തിരിഞ്ഞ് പത്രോസിനോട് പറഞ്ഞു, സാത്താനെ, എൻ്റെ മുമ്പിൽ നിന്ന് പോകൂ, നീ എനിക്ക് പ്രതിബന്ധമാണ്. നിന്റെ ചിന്ത ദൈവികമല്ല, മാനുഷികമാണ്. മാനുഷിക ചിന്തയോടെ, ദൈവികമല്ലാത്ത മാനുഷിക ചിന്തയോടെ ദൈവിക പദ്ധതിയിൽ നിന്ന് യേശുവിനെ പിന്തിരിപ്പിക്കാൻ നോക്കുകയാണ് പത്രോസ്. അതുകൊണ്ടാണ് പത്രോസിനോട് പറഞ്ഞു, എൻ്റെ പിന്നിലേക്ക് പോന്നി, സാത്താനെ, ദൂരെ പോവുക. സഹനത്തിൽ നിന്ന് ഒളിച്ചോടുന്നത് ദൈവികമല്ല, മാനുഷികമാണ്. സഹനത്തെ സധൈര്യം പിന്തുടരാനും അല്ലെങ്കിൽ സ്വീകരിക്കാനും അതിനെ രക്ഷാകരമാക്കാനുമാണ് ക്രിസ്തു ശിഷ്യർ പരിശ്രമിക്കേണ്ടത്. സഹനത്തെ രക്ഷാകരമാക്കാനാണ് ക്രിസ്തു ശിഷ്യർ പരിശ്രമിക്കേണ്ടത്. 24 മുതലുള്ള വാക്യങ്ങൾ യേശു ശിഷ്യന്മാരോട് അരുളി ചെയ്തു, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ. അപ്പം നോക്കുക, ശിഷ്യരുടെ ശ്രദ്ധ കുരിശിൽ കൊണ്ടുവന്ന് ഉറപ്പിക്കുകയാണ്. യേശുവിൻ്റെ പീഡാനുഭവത്തിലേക്ക് ക്രിസ്തുവിനെ സഹനദാസനായി അവതരിപ്പിക്കുന്ന ഒരു പശ്ചാത്തലമാണ് ഇവിടെ കാണുന്നത്. യേശു പറഞ്ഞു, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ, എന്നെ അനുഗമിക്കട്ടെ. സ്വന്തം ജീവൻ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നെങ്കിൽ, യേശുവിനെ പ്രതി നഷ്ടപ്പെടുത്തുന്നെങ്കിൽ അത് കണ്ടെത്തും. അപ്പോൾ ഇത് ശിഷ്യർക്ക് നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ്. സ്വന്തം ജീവൻ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. എന്നാൽ ആരെങ്കിലും എനിക്ക് വേണ്ടി സ്വജീവൻ നഷ്ടപ്പെടുത്തിയാൽ അത് കണ്ടെത്തും. യേശുവിനെ പ്രതി
സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്താനോ തനിക്കുള്ള എന്തെങ്കിലും ത്യാഗം അനുഭവിക്കാനോ ഒക്കെ ശ്രമിക്കുമ്പോൾ 100 ഇരട്ടിയായി കിട്ടും എന്നാണ് പറയുന്നതിൻ്റെ അർത്ഥം. യേശു തുടർന്ന് ചോദിക്കുന്നു, ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം? ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം? ഒരുവൻ സ്വന്തം ആത്മാവിന് പകരമായി എന്തു കൊടുക്കും? സ്വന്തം ആത്മാവിന് പകരമായി എന്തു കൊടുക്കും? മനുഷ്യപുത്രൻ സ്വപിതാവിൻ്റെ മഹത്വത്തിൽ തൻ്റെ ദൂതന്മാരോടൊത്തു വരാനിരിക്കുന്നു. 2ാം വരവിനെ കുറിച്ച് പറയുന്നതാണ്. അപ്പോൾ അവൻ ഓരോരുത്തർക്കും താങ്കളുടെ പ്രവൃത്തി അനുസരിച്ച് പ്രതിഫലം നൽകും. ഓരോരുത്തർക്കും താങ്കളുടെ പ്രവൃത്തി അനുസരിച്ച് പ്രതിഫലം നൽകും. മനുഷ്യപുത്രൻ തൻ്റെ രാജ്യത്തിൽ വരുന്നത് ദർശിക്കുന്നതിന് മുമ്പ് ഇവിടെ നിൽക്കുന്നവരിൽ ചിലർ മരിക്കുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ മനുഷ്യപുത്രൻ സ്വപിതാവിൻ്റെ മഹത്വത്തിൽ വരുന്നതിനെക്കുറിച്ചും അവൻ വരുന്നത് കാണുന്നതിന് മുമ്പ് മരിക്കുകയില്ല എന്നുള്ളത്. മനുഷ്യപുത്രൻ തൻ്റെ രാജ്യത്തിൽ വരുന്നത് ദർശിക്കുന്നതിന് മുമ്പ് ഇവിടെ നിൽക്കുന്നവരിൽ ചിലർ മരിക്കുകയില്ല. എന്താണ് അതിൻ്റെ അർത്ഥം? കർത്താവ് ഉടനെ വരുമെന്നുള്ള ചിന്ത വളരെയേറെ പ്രബലപ്പെട്ടിരുന്നു. കർത്താവ് ഉടനെ വരുമെന്ന ചിന്ത, അവിടുത്തെ മഹത്വപൂർണമായ പുനരാഗമനം ഉടനെ വരുമെന്ന്. നമുക്ക് ഇന്നിവിടെ നിർത്താം. 15-ാം അധ്യായത്തിൽ അവസാനം പറഞ്ഞ കാര്യങ്ങളും 16-ാം അധ്യായത്തിൽ പറഞ്ഞ 4 പ്രധാനപ്പെട്ട കാര്യങ്ങളും ഹൃദയത്തിൽ സൂക്ഷിച്ച് ധ്യാനിക്കാം. ദൈവത്തിൻ്റെ വഴികളിലൂടെ നടക്കാൻ നമുക്ക് പരിശ്രമിക്കുകയും ചെയ്യാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും ആമേൻ.